ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹരിയെ അവിടെ ഇട്ട് അവരെ അപമാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അച്ചു അത് ചോദ്യം ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഈ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഇവിടുത്തെ സംബന്ധക്കാരൻ ഈ വണ്ടി എവിടെയായിരുന്നു പാർക്ക് ചെയ്തിരുന്നത്, ആകാശത്താണോ എന്ന് ചോദിച്ച് ഋതു ദേഷ്യപ്പെടുക. മതി നിർത്താൻ പറഞ്ഞ ഋതികയോട് പറഞ്ഞു പൂർണിമ, നിങ്ങൾ തമ്മിൽ വഴക്ക് വേണ്ടെന്നും പിന്നെ ഓട്ടോ ഈ വീടിൻ്റെ മുന്നിൽ പാർക്ക് ചെയ്യാൻ പറ്റില്ലെന്നും പൂർണിമ പറയുക. അതെൻ്റെ തീരുമാനമാണെന്നും. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്ചു ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോടെ നോക്കുക. അതനുസരിക്കണം, ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാമെന്നും പറഞ്ഞു പൂർണിമ പറഞ്ഞപ്പം ഈ വീട് അമ്മയുടെ മാത്രമൊന്നും അല്ലെന്ന് അച്ചു പറഞ്ഞു. എനിക്കും കൂടി അവകാശപ്പെട്ടതാണെന്നും പൂർണിമയുടെ മുഖത്ത് നോക്കി നമ്മുടെ അച്ചു അന്നേരം പറഞ്ഞു കേട്ടോ. അത് കേട്ട് കഴിയുമ്പോൾ ഹരിക്ക് വല്ലാതെ വിഷമമായി. അങ്ങനെ അമ്മയും മോളും തമ്മിൽ വഴക്കുണ്ടാക്കുന്ന കണ്ടപ്പോൾ അച്ചു, വേണ്ട, അമ്മയോട് തർക്കുത്തരൊന്നും പറയാൻ നിൽക്കണ്ട, ഞാൻ വണ്ടി മാറ്റിയിട്ടോളാവെന്ന് നമ്മുടെ ഹരി അന്നേരം പറഞ്ഞു. പുറത്ത് തന്നെ ഞാൻ പാർക്ക് ചെയ്തോളാവെന്നും പറഞ്ഞു. അത് കേട്ടപ്പം ഏത് നരകത്തിൽ കൊണ്ടുപോയി ഇട്ടാലും വേണ്ടില്ല, ഈ വീട്ടുമുറ്റത്ത് നിന്ന് അത് മാറ്റണമെന്നും പറഞ്ഞ ഋതുക പറയുക. ഇതുപോലെയുള്ള സാധനങ്ങൾ ഇടാനുള്ള ഒരു സ്ഥലമല്ല എൻ്റെ വീട്ടുമുറ്റമെന്ന് ഋതുക പറയുമ്പോൾ, നിന്റെ വീടോ എന്ന് മുതലാടി ഇത് നിന്റെ വീടായതെന്ന് ചോദിച്ചു അച്ചു. ഇത് എൻ്റെയും കൂടി വീടാണെന്നും അച്ചു അങ്ങ് പറയുവാണ്. പിന്നെ നിനക്കും എനിക്കും ഒക്കെ ഈ വീട്ടിൽ തുല്യ അവകാശം തന്നെയാ, അത് നീ മറന്നു പോകരുതെന്നും ഋതികയോട് അച്ചു അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ദേ തർക്കിച്ചതും മതി, പറഞ്ഞത് മനസ്സിലായോ? 1 മണിക്കൂറിനുള്ളിൽ ഈ വണ്ടി ഇവിടെ നിന്നും മാറ്റിയിട്ടിരിക്കണമെന്നും അല്ലെങ്കിൽ ഞാനിത് കത്തിച്ചു കളയുമെന്നും പൂർണിമ അഹങ്കാരത്തോടെ പറയുക. എന്നെ കൊണ്ടത് ചെയ്യിക്കരുതെന്നും പറഞ്ഞ് ഭയങ്കര ഡയലോഗുകൾ അങ്ങനെ ഇറക്കുന്നു കേട്ടോ. അപ്പം അതും പറഞ്ഞിട്ട് അമ്മ അകത്തേക്ക് കയറിപ്പോയി. അമ്മ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഋതുക നേരെ അച്ചുവിൻ്റെയും ഹരിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, കേട്ടല്ലോ അമ്മ പറഞ്ഞത്, മര്യാദയ്ക്ക് അനുസരിച്ചോ, അതാ നിനക്കൊക്കെ നല്ലത്, ഇല്ലെങ്കിൽ നിന്ന് കത്തും ഓട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഋതുക ഇവരെ കളിയാക്കിയ ചെങ്ങ് കയറി പോവുക. അവരൊക്കെ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ അച്ചുവും ഹരിയും കൂടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അച്ചു വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പുറത്ത് പാർക്ക് ചെയ്തോളാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരി അച്ചുവിനെയും കൂട്ടി അകത്തേക്ക് കയറി പോവുക. അങ്ങനെ അവരകത്തേക്ക് കയറി ചെന്നു. മുറിയിൽ ചെന്നിട്ടാണെങ്കിൽ ഹരി ഭയങ്കര വിഷമം, ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അച്ചു വന്നിട്ട് ചോദിച്ചു, ഹരിക്ക് വിഷമമായില്ലേ എന്ന്. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു. ഓട്ടോ മാറ്റിയിടാൻ പറഞ്ഞതിനാണോ? എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിന് താൻ എന്നോട്, അപ്പോൾ സോറിയും പറഞ്ഞു അച്ചു. താനതിന് എന്നോട് സോറി പറയുന്നേ, അല്ലെങ്കിൽ തന്നെ ഞാൻ അഹങ്കാരമല്ലേ കാണിച്ചത്, ഇത്രയും വലിയൊരു വീടിൻ്റെ മുന്നിൽ ഓട്ടോയൊക്കെ കൊണ്ടിടാൻ പാടുണ്ടോ എന്നൊക്കെ ഹരി ചോദിക്കുമോ. അമ്മ പറഞ്ഞതിലേ യാതൊരു തെറ്റുമില്ല, പിന്നെ അതുകൊണ്ട് തന്നെ എനിക്കതിൽ യാതൊരു വിഷമവും ഇല്ല എന്നും പറഞ്ഞു. അമ്മയെ എരി കയറ്റുന്നത് മുഴുവനും ഋതുവാണെന്ന കാര്യം അച്ചു അന്നേരം പറഞ്ഞപ്പോൾ, ആരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എനിക്കതൊന്നും പ്രശ്നമല്ല, നമ്മൾ അതൊന്നും ഗൗരവത്തിലെടുക്കാൻ പോകേണ്ട കാര്യമില്ലെന്നും പറഞ്ഞ്, ദേ ഇത് നോക്കിക്കേ, ഇത് നോക്ക്, ഇത് കണ്ടോ, ഇന്നേ ഓടിക്കിട്ടിയതാ, ഐശ്വര്യമായിട്ട് ഇതങ്ങോട്ട് വാങ്ങിച്ചേ എന്ന് പറഞ്ഞ് അച്ചുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പം, ഞാനോ? പിന്നല്ലാതെ ഓരോ ദിവസവും കിട്ടുന്ന കാശ് മുഴുവൻ ഞാൻ തന്നെ ഇനി ഏൽപ്പിക്കാൻ പോകുന്നതെന്ന് നമ്മുടെ ഹരി അന്നേരം പറഞ്ഞു. തനിക്കത് എങ്ങനെ വേണമെങ്കിലും ചിലവാക്കാമെന്ന് പറഞ്ഞപ്പം എനിക്കങ്ങനെ കാശ് കൈകാര്യം ചെയ്തുള്ള പരിചയമൊന്നുമില്ല. രാവിലെ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ ഇപ്പോൾ ഇതുകൊണ്ടൊന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതെന്ന് അച്ചു ചോദിച്ചു. ഇത് ഹരി തന്നെ വെച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഓട്ടക്കൈയാണെന്നും ചിലവാക്കി കളയും, അല്ലെങ്കിലേ ഇത്രയും നാളും പണിയെടുത്തതിൻ്റെ വല്ലതൊക്കെ വേണ്ടേ എൻ്റെ ബാഗിൽ? ഒന്നുമില്ല, സ്വറ്റ പൈസ പോലും ഇല്ലെന്നേ. ഇനി അത് പറ്റത്തില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, താനും ഇല്ലേ എന്ന് ഹരി ഇങ്ങനെ അച്ചുവിനോട് ചോദിക്കാം. അതൊക്കെ കേൾക്കുമ്പോൾ അച്ചുവിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഹരി ഇങ്ങനെ മനസ്സുകൊണ്ടാണെങ്കിലും അംഗീകരിക്കുന്നതിൻ്റെ ആ ഒരു ഇതിൽ. അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന ഒരുപാട് സ്വപ്നങ്ങളില്ലേ, അതിനൊക്കെ കാശ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വീട്ടു ചെലവ് മുഴുവനും നോക്കിയിരുന്നത് അമ്മയാ, അച്ഛനെ ഒന്നും അറിയേണ്ടി വന്നിട്ടില്ലെന്നും അമ്മ മിടുക്കിയായിരുന്നു എന്നും ആ കഴിവൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് നമ്മുടെ അച്ചു പറയുമ്പോൾ, കിട്ടിയിട്ടുണ്ടോ ഇല്ലോ എന്ന് എങ്ങനെ അറിയാം, അതാ ചെയ്ത് നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ, നമുക്ക് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ അച്ചുവിനെ പറഞ്ഞിങ്ങനെ ബോൾഡ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും അച്ചുവിന് ഒത്തിരി സന്തോഷമായി. എന്തായാലും പൊന്നുമടത്തിലെ മാധവമേനോൻ്റെ മകൻ കാശ് സൂക്ഷിച്ചേ ചിലവാക്കുകയുള്ളൂ, അതുപോലെ തന്നെ മകളും അങ്ങനെ തന്നെയാണ്, തരുന്നതൊന്നും വെറുതെ ആയി പോവില്ലെന്ന് എനിക്കറിയാം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ, എന്നാൽ പിന്നെ അതങ്ങ് തന്നോളാൻ പറഞ്ഞു അച്ചു. അങ്ങനെ കൈ നീട്ടി അത് അച്ചു വാങ്ങിച്ചു. ദേ ഈ സന്തോഷത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ലേ, എനിക്ക് അനുവാദം ഇല്ലല്ലോ അതിനൊന്നും ഇല്ലേ എന്ന് അച്ചു ഇങ്ങനെ ഹരിയോട് ചോദിച്ചു. അപ്പോൾ ഹരി ഇങ്ങനെ പാവം വല്ലാതായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ കാത്തിരിക്കണമെന്നും എൻ്റെ മനസ്സ് നേരെ ആകുന്നത് വരെ അച്ചു കാത്തിരിക്കണമെന്ന് ഹരി പറയും. അതുവരെ നമ്മളൊന്നല്ല 2 തന്നെയാണെന്നും ഹരി ഇങ്ങനെ അച്ചുവിനോട് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. എല്ലാം ഉണ്ടായിട്ടൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ എന്നുള്ള രീതിയിൽ അച്ചു ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതോ നമ്മുടെ വിശ്വൻ ഇങ്ങനെ വരുക. അപ്പോൾ വിശ്വനെ കാണാനായിട്ട് പല്ലവി അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. ആ സമയത്താണ് അങ്ങോട്ട് വിശ്വം വരുന്നത്. പല്ലവി വിളിച്ചിട്ടാണ് വിശ്വം വരുന്നത്. വിശ്വം വന്നു, പല്ലവിയുടെ അടുത്തിരുന്നു.
അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇരിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ ഇവരെ രണ്ടുപേരെയും വന്ന് ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട് അപ്പുറം മാറി നിന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണല്ലോ. അപ്പം ആദ്യം സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനൊരു സ്കൂൾ മാഷായിരുന്നു, അതറിയോ വിശ്വജിത്തിന് എന്ന് പല്ലവി ചോദിച്ചു. അപ്പോൾ അറിയാമെന്ന് പറഞ്ഞു. അച്ഛൻ്റെ ചെറിയൊരു വരുമാനത്തിലാണ് ഞങ്ങൾ ജീവിച്ചത്, അതുകൊണ്ട് തന്നെ ഇടത്തരക്കാരുടെ എല്ലാ പേടികളും ഞങ്ങൾക്കുണ്ടായിരുന്നു പണ്ട് മുതൽ, അതങ്ങനെ തന്നെ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ചേച്ചി ഞാനൊരിക്കലും ഏട്ടനാവില്ല എന്ന് പറഞ്ഞു വിശ്വൻ എന്ന് വിശ്വൻ പറയുന്നു. അത് അതുപോലെ വിശ്വസിക്കാൻ എൻ്റെ വീട്ടുകാർക്ക് പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് നമ്മുടെ പല്ലവി തിരിച്ചു ചോദിക്കുക. എൻ്റെ ജീവിതമോ ഇങ്ങനെയായി, പാറുവിനെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടായി കാണണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ എന്ന് പല്ലവി ചോദിക്കുക. അത് ന്യായമല്ലെന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അത് പറയേണ്ടത് വിശ്വനാണെന്നും അത് കേൾക്കാനാണ് ഞാൻ കാണുമെന്ന് പറഞ്ഞതെന്നും പല്ലവി പറഞ്ഞപ്പോൾ ഞാൻ കാരണം ആരും വിഷമിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ചേച്ചിയെന്ന് വിശ്വൻ അന്നേരം പല്ലവിയോട് പറഞ്ഞു. അറിഞ്ഞുകൊണ്ടെങ്കിലും ഞാൻ കാരണം നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുകയാണെന്നും അതാ ഞാനായിട്ട് തന്നെ മറന്നോളാമെന്നും വിശ്വൻ പറഞ്ഞു. പിന്നെ പാർവതിയെ ഞാൻ ഇനി കാണുകയില്ല, സംസാരിക്കാനും പോകുന്നില്ല എന്നും പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ അയ്യോ അങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ചേച്ചിയാണ് എൻ്റെ പിന്മാറ്റത്തിൻ്റെ പിന്നിലെന്ന് ഒരു കാരണവശാലും പാറു അറിയുകയില്ല എന്നും വിശ്വൻ പറഞ്ഞു. അത് പോരെ എന്ന് ചോദിച്ചപ്പോൾ പല്ലവി ഇങ്ങനെ ആകെ എൻ്റെ അവസ്ഥ അത് വിശ്വനൊന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു. എനിക്ക് വലുത് എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണെന്നും എൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ വിശ്വനും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുകയുള്ളൂ എന്നും ചോദിച്ചു. അപ്പോൾ എനിക്കെല്ലാം അറിയാം ചേച്ചി, എനിക്ക് മനസ്സിലാകും. എനിക്ക് ചേച്ചിയോട് യാതൊരുവിധ വൈരാഗ്യമോ വിരോധമോ ഇല്ല. എൻ്റെ ചേട്ടൻ ചെയ്ത തോന്നിവാസത്തിന് ഞാൻ അനുഭവിക്കുന്നു, അത്രയും ഞാൻ കരുതുന്നുള്ളൂ എന്ന് നമ്മുടെ വിശ്വൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇന്ദ്രൻ അതുവഴി വരുമ്പോൾ കാണുക. ഇന്ദ്രൻ എന്നിട്ട് കൂട്ടുകാരനെയും കൂട്ടിയാണ് വരുന്നത്. അപ്പോൾ അതേ ഇരിക്കുന്നത് നിന്റെ അനിയനല്ലേടാ എന്ന് കൂട്ടുകാരനാ ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് ഇങ്ങനെ കണ്ടു. അതേതാടാ അവൻ്റെ കൂടെ ഒരു പെണ്ണ്, അവൻ എൻ്റെ അനിയനല്ല, ഞാൻ അവൻ്റെ ചേട്ടനാണെന്നും പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ച് വിശ്വൻ ഇങ്ങനെ എഴുന്നേറ്റ് പോന്നു. എൻ്റെ ഭാര്യ അവൻ്റെ കൂടെ ഇരിക്കുന്നത്. അവൾ പറയുന്നത് എന്താണെന്നറിയാമോ? അവളുടെ അനിയത്തിയെ അവനോട് കാണരുതെന്ന്. പക്ഷേ അവൻ കാണും. കാരണമേ അവൾക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല. അവർ കാണുമ്പോഴേ അവർക്കിടയിൽ നമുക്ക് ചെറിയൊരു ജോലി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അതും പറഞ്ഞ് വിശ്വൻ ഇങ്ങനെ നീങ്ങിയില്ല. തൊട്ടടുത്ത നിമിഷം തന്നെ പാറുവിൻ്റെ കോള് വരിക. പാറുവിൻ്റെ കോള് വന്നപ്പോൾ കണ്ടോ, അവളാ വിളിക്കുന്നത്. അവൻ പോലും അറിയാതെ അവളുടെ കോൾ അവൻ എടുക്കും. വിളിക്കുന്നത് പെണ്ണല്ലേ, എടുക്കാതിരിക്കുമോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. എന്നിട്ട് നമ്മുടെ വിശ്വൻ അങ്ങ് പോവുക, ഫോണും കട്ട് ചെയ്തിട്ട് വാ നമുക്ക് അവനെ ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രനും കൂട്ടുകാരനും കൂടെ വിശ്വനെ ഫോളോ ചെയ്ത് പോന്നു. അപ്പോൾ പാറു ഇങ്ങനെ കടൽ തീരത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു വിശ്വനെ. അപ്പോൾ വിശ്വൻ അങ്ങോട്ടേക്ക് ചെന്നു. രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുക. തന്നെ ഇനി കാണില്ല എന്ന് വാക്ക് കൊടുത്തിരിക്കുകയാണ് ഞാനെന്ന് വിശ്വൻ അന്നേരം പറഞ്ഞു കേട്ടോ. ആ വാക്ക് തെറ്റിക്കാനുള്ള അവസരം താനായിട്ട് ഉണ്ടാക്കരുതെന്നും വിശ്വൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്വന്തം മനസാക്ഷിയുടെ മുന്നിൽ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം നമ്മളെന്തിനാ മറ്റുള്ളവരെ പേടിക്കുന്നതെന്ന് പാറു ചോദിച്ചു. എനിക്കാരും പേടിയില്ലെന്നും പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞ് ഞാൻ പതിവ് പോലെ തന്നെ വിശ്വനെ വിളിക്കും, കാണാനും ശ്രമിക്കുമെന്നും പാറു പറയുക കേട്ടോ. അപ്പോൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ വിശ്വൻ എന്നെ ഒഴിവാക്കി കളയാവെന്നും പറഞ്ഞു. പിന്നെ ശല്യം ചെയ്യാനായിട്ട് ഞാനായിട്ട് ഒരിക്കലും അങ്ങോട്ടേക്ക് വരില്ല എന്നും പാറു പറഞ്ഞു. അത് കേട്ടപ്പോൾ നമ്മുടെ വിശ്വൻ താൻ എന്നെ വല്ലാത്തൊരു പ്രതിസന്ധിയിലായിട്ടോ കൊണ്ടുവന്ന് പെടുത്തിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് തൻ്റെ വീട്ടുകാർ, മറുഭാഗത്ത് താനും. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വിശ്വൻ ചോദിച്ചപ്പോൾ ഈ ഏട്ടനും കൂട്ടുകാരനും കൂടെ അത് വരുക. അപ്പോൾ ഇതൊരു ചെറിയ പരീക്ഷണമാണെന്നും ഇതിൽ നീ എന്നെ ഒന്ന് സഹായിക്കണമെന്നും പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഇന്ദ്രൻ പറഞ്ഞു വിട്ടവൻ ഇവരുടെ ഇടയിലേക്ക് വരിക. അപ്പോൾ വന്നിട്ട് നമ്മുടെ പാറുവിനോട് ഇവൻ എന്തോ അടുപ്പമുള്ള രീതിയിൽ സംസാരിക്കാം. അപ്പോൾ പാറു നീ എന്താ ഇങ്ങനെ, ഇപ്പം ഇവനെ കിട്ടിയതുകൊണ്ടായിരിക്കുമല്ലോ എന്നെ തഴഞ്ഞതെന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അതെ തനിക്ക് ആള് തെറ്റിപ്പോയതാണെന്ന് പറഞ്ഞു. പാർവതിക്ക് താനുമായിട്ട് പരിചയം വരാൻ ഒരു സാധ്യതയില്ലെന്ന് വിശ്വൻ അന്നേരം പറഞ്ഞു. അത് കേട്ടപ്പോൾ അത് നീയാണോ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വിശ്വനോട് ദേഷ്യപ്പെടും. ഇന്ദ്രൻ അത് കേട്ടോണ്ട് നിൽക്കുക കേട്ടോ. അപ്പറേ ഇവളെൻ്റെ കാമുകയായിരുന്നു ഒരു കാലത്ത്, അല്ലെങ്കിൽ ഇവള് പറയട്ടെ അല്ലാന്ന്. അപ്പം ഇയാൾക്ക് ഭ്രാന്താണെന്നും ഞാൻ ഇയാളെ ആദ്യമായിട്ട് ഇപ്പോഴാണ് കാണുന്നതെന്ന് നമ്മുടെ പാറു ഇങ്ങനെ പറഞ്ഞു. അപ്പം നീ വാ നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് വിശ്വൻ ഇങ്ങനെ പാറുവിനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അങ്ങനെ അങ്ങ് പോയാലോ എന്നും പറഞ്ഞുകൊണ്ട് അവൻ കയറി എങ്ങൂട്ടി. ഒരു കാലത്ത് ഞാൻ കൊണ്ട് നടന്ന പെണ്ണാണെന്നും ഇപ്പോഴും എനിക്ക് ഇവളോട് ഇഷ്ടമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതുപോലൊക്കെ ഞാൻ ഇവളോട് പെരുമാറുമെന്ന് പറഞ്ഞു ഈ വന്നവൻ. അപ്പം പെരുമാറണ എന്ന് വിശ്വൻ പറഞ്ഞു. പെരുമാറും കാണുന്നു നിനക്ക് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ പാറുവിൻ്റെ കൈക്ക് ഇവൻ പിടിച്ചു. വിശ്വൻ കൂട്ടത്തും അവനിട്ട് എടുത്തിട്ട് ഇടിച്ച് ചവിട്ടി കൂട്ടി അവനെ ശരിയാക്കാൻ നോക്കുമോ വിശ്വൻ. അപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കിട്ടിയ അടി മുഴുവൻ നമ്മുടെ ഇന്ദ്രനിട്ട് കിട്ടിയ രീതിയിൽ ഇന്ദ്രൻ അവിടെ നിന്ന് ഇങ്ങനെ എക്സ്പ്രഷൻസ് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. പാറു ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുക. അപ്പോൾ ഇവൾ എൻ്റെ പെണ്ണാണെന്നും ഇവളുടെ ദേഹത്ത് തോട്ടവൻ്റെ കൈ ഞാൻ വെട്ടുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വൻ ഇങ്ങനെ പറയണു. പാറു അത് കേട്ട് വണ്ടടിച്ചിങ്ങനെ നിൽക്കുക. അപ്പോഴാണ് ഇന്ദ്രൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ
ഇത് സംഭവിച്ചു എന്ന് ഇന്ദ്രന് മനസ്സിലാകുന്നത്. അങ്ങനെ പാറുവിൻ്റെ കയ്യും പിടിച്ച് നമ്മുടെ വിശ്വൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വരുന്നത് നമ്മുടെ പല്ലവി അവിടെ നിന്ന് കാണുവാണ്. പല്ലവി അവിടെ നിന്ന് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ബൈക്കിൽ ചിരിച്ച് കളിച്ച് വരുന്നതാ കാണുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പല്ലവിയുടെ മുന്നിലൂടെ പോകുന്നു. പല്ലവി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് പാറുവിനെ വിളിക്കുക കേട്ടോ. അപ്പോൾ പാറു പെട്ടെന്ന് വണ്ടി നിർത്തുന്നു പറഞ്ഞ് വിശ്വനെ കൊണ്ട് വിളിച്ച് നിർത്തി, വണ്ടി പിടിച്ച് നിർത്തി. അത് കഴിഞ്ഞിട്ട് ഫോൺ എടുത്ത് ചേച്ചിയെ വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഹലോ ചേച്ചി, നീ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഓഫീസിലാണെന്ന് പറഞ്ഞു പാറു. എന്താ ചേച്ചി? ഒന്നുമില്ല, ശരി എന്നും പറഞ്ഞുകൊണ്ട് പല്ലവി ഫോൺ അങ്ങ് വെച്ചു. തിരക്ക് കഴിയുമ്പോൾ ഞാനൊന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഫോൺ കട്ട് ചെയ്തപ്പോൾ നീ എന്തിനിപ്പോൾ ചേച്ചിയോട് നുണ പറഞ്ഞേ? ഒരു നുണ ഒരു പ്രാവശ്യം പറഞ്ഞാൽ അത് മറിയാൻ 100 നുണ പറയേണ്ടി വരുമെന്നുള്ള കാര്യം വിശ്വം പറയാം. എപ്പോഴെങ്കിലും ഇത് പിടിക്കപ്പെടുകയും ചെയ്യും. അതിനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുന്നത് നല്ലതെന്നും വിശ്വൻ ഇങ്ങനെ പാറുവിനോട് പറഞ്ഞു കേട്ടോ. അതും കഴിഞ്ഞിട്ട് ഇവരുടെ പിന്നാലെ പോകുവാണ് നമ്മുടെ പല്ലവി ഒരു ഓട്ടോ പിടിച്ച്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എന്തിനാ വിശ്വൻ ഇങ്ങനെ ഇവിടെ ഇറക്കി വിടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇനി ഞാനായിട്ട് വെറുതെ പ്രശ്നം വഷളാക്കണ്ടെന്ന് കരുതിയതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും സാരമില്ല, ഞാൻ ശ്രദ്ധിച്ചോളാമെന്ന് പറഞ്ഞു. പിന്നെ എന്നെ വിളിക്കുമല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിളിച്ചോളാമെന്ന് പറഞ്ഞു. നമ്മൾ ഇനിയും കാണുമല്ലോ? കാണാം വിശ്വൻ പറഞ്ഞു. പിന്നെന്തിനാ നമ്മുടെ സന്തോഷങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടാന്ന് വയ്ക്കുന്നത്? അപ്പോൾ അതാണ് ശരി, എന്നാൽ പിന്നെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വൻ അങ്ങ് പോയി. നമ്മുടെ പാറു നടന്നിങ്ങനെ പോരുക. അപ്പോൾ നടന്നു പോരുന്ന സമയത്ത് ചേച്ചി കൃത്യമായിട്ട് അനിയത്തിയുടെ മുന്നിൽ ചെന്ന് പെട്ടു. ഓഫീസിൽ നിന്ന് ഇത്ര പെട്ടെന്ന് നിനക്ക് ഇവിടെ എത്താൻ പറ്റിയോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ അത് പിന്നെ വണ്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നീ എന്നോട് നുണ പറയാനും തുടങ്ങിയല്ലേ പാറു എന്ന് പല്ലവി ചോദിച്ചു. അപ്പോൾ ചേച്ചി എന്നോട് ക്ഷമിക്കണമെന്ന് ചേച്ചിക്ക് വിഷമാവുണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ ഓഫീസിലാണെന്ന് പറഞ്ഞതെന്ന കാര്യം പാറു ഇങ്ങനെ പറയാം. ഒരാളെപ്പോഴാ നുണ പറയുക എന്ന് നിനക്കറിയോ? മറയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴാണെന്ന് പല്ലവി അന്നേരം പറഞ്ഞു. വിശ്വനെ നിനക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ലല്ലേ എന്ന് പാറുവിനോട് പല്ലവി ചോദിച്ചു. നിന്നെ ഇനി ഒരിക്കലും കാണില്ലെന്നാ വിശ്വൻ എന്നോട് പറഞ്ഞതെന്നും ആ വാക്ക് പാലിക്കാൻ അവനും പറ്റിയില്ല അല്ലേ? ഈ ബന്ധം എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയില്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് ചേച്ചി സൂക്ഷിക്കണം, നീ ഒരുപാട് സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ സങ്കടങ്ങളെ നിങ്ങൾ കാണേണ്ടി വരുമെന്നും പറഞ്ഞു. സേതുവേട്ടനും ചേച്ചിയും തമ്മിലുള്ള ബന്ധമില്ലേ, ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഞാനും വിശ്വനും തമ്മിലുള്ള ബന്ധം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പാറു ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ പ്രേമിക്കുന്നൊന്നുമില്ല, വിവാഹം കഴിക്കാനും പോകുന്നില്ല. അതൊരു തെറ്റല്ലല്ലോ ചേച്ചി എന്നിങ്ങനെ പറഞ്ഞപ്പോൾ സേതുവേട്ടനെ ഒഴിവാക്കണമെന്ന് എത്രയോ തവണ ചേച്ചിയുടെ അമ്മ പോലും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം അത് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം പാറു സേതുവേട്ടനെ പോലെയാണ് വിശ്വൻ. എടി അവൻ ഇന്ദ്രജിത്തിൻ്റെ അനുജനല്ലേ, അതുകൊണ്ട് ഇപ്പം എന്താ ചേച്ചി? ഒരാളുടെ അനിയനായിപ്പോയി, അതിനയാളെ നമ്മൾ കയറി ക്രൂശിക്കുകയാണോ വേണ്ടത്? നിങ്ങൾ ചുമ്മാ വെറുതെ കയറി ഓരോന്ന് പേടിക്കാം, അതൊന്നും ഉണ്ടാവില്ല, ഇത് എൻ്റെ വാക്കാണെന്ന് പാറു പറഞ്ഞപ്പോൾ പല്ലവി ചിരിച്ചു. നുണ പറയാൻ തുടങ്ങി നീ. നിന്നെ ഞാൻ വിശ്വസിക്കണം? അപ്പം വിശ്വസിച്ചേ പറ്റൂ. നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിച്ച് നോക്കുക, അപ്പം പിന്നെ എനിക്ക് നുണകളൊന്നും പറയേണ്ടി വരില്ല എന്ന് പാറു അന്നേരം പല്ലവിയോട് പറഞ്ഞു. അതും പറഞ്ഞ് പാറു ഓടുന്ന അങ്ങോട്ടേക്ക് പോവുക. പല്ലവി ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുക. ആ സമയത്ത് പോയ പാറു തിരിച്ചു വന്നു. ദുഃഖമുണ്ട് ചേച്ചിയെ വിഷമിപ്പിച്ചതിൽ, എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞ് പാറു ഇങ്ങനെ ചേച്ചിയോട് സോറി ചോദിക്കുക. അതും പറഞ്ഞ് പാറു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ പല്ലവി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ ഇന്ദ്രപ്രസ്ഥത്തിൽ ഇരിക്കുന്ന നമ്മുടെ ഇന്ദ്രനെയാണ് കാണിക്കുന്നത്. അപ്പോൾ വിശ്വൻ അങ്ങോട്ടേക്ക് വന്നു. അതേ എന്നും പറഞ്ഞ് വിശ്വൻ വന്ന് ചേട്ടനെ തട്ടി വിളിച്ചു. എന്താടാ? ഏട്ടത്തിയുടെ ജീവിതം നിങ്ങൾ കാരണം തകർന്നു, ഇനി പാറുവിൻ്റെ ജീവിതം കൂടി നശിപ്പിക്കാൻ നോക്കിയാലുണ്ടല്ലോ എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ വിശ്വൻ വന്ന് പറഞ്ഞു. എന്തോന്നാ അനിയാ, നീ എന്തിനാ ഗുളിക വല്ല മാറി കഴിച്ചോ? നീ പിച്ചുമ്മയൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പം നിർത്താറായില്ലേടോ ഇതുവരെ? എന്തിനാ താനിങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിച്ചു വിശ്വൻ. ഉപദ്രവിക്കും, ഇനിയും ഞാൻ ഉപദ്രവിക്കും. എടാ അതൊക്കെ ഒരു ത്രില്ലല്ലേ എന്ന് ഏട്ടൻ അനിയനോട് ചോദിക്കാം. വിശ്വന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം. പിന്നെ പാർവതി എന്ന് പറയുന്നവള് നിന്റെ ഭാര്യയൊന്നും അല്ലല്ലോ, അവൾക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ നിനക്കിത്ര പൊള്ളാനായിട്ട്? നീ ഈ വീട്ടിലെയാ എൻ്റെ അനിയനാ, പറഞ്ഞു മനസ്സിലായല്ലോ? ആദ്യം സ്വന്തം വീടിനോടും വീട്ടുകാരോടും കൂറ് കാണിക്കുക, അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരോട് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അമ്മ വന്നു. എന്താണെന്ന് ചോദിച്ചു. എന്തിനാടാ നിങ്ങൾ വഴക്ക് കൂടുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും നടന്നിട്ടൊന്നും ഇല്ല എന്നും പറഞ്ഞു. പിന്നെ ഈ ചള്ളിയൊക്കെ അമ്മയെപ്പോലെ അല്ല ഞാൻ, അമ്മയ്ക്ക് നിങ്ങളെ പേടിയായിരിക്കും, എനിക്ക് അങ്ങനെ ഒരു പേടിയില്ലെന്ന് വിശ്വൻ അന്നേരം ഇന്ദ്രനോട് പറഞ്ഞു. നീ എന്ത് ചെയ്യൂടാ? കൊല്ലുവോ? നീ എന്താ ചെയ്യുന്നത്? കൊല്ലുവടാ, എന്നാൽ നീ എന്നെ കൊല്ലടാ എന്നും പറഞ്ഞുണ്ടായി. അപ്പോൾ നിന്റെ കൈ കൊണ്ട് ചാവാനേ ഏട്ടന് ഭയങ്കര ഇഷ്ടമാടാ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞപ്പോൾ താൻ നോർമൽ അല്ലടോ, അല്ലെങ്കിൽ തന്നെ ഞാനൊരു പാഠം പഠിപ്പിച്ചേനെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വൻ ഇങ്ങനെ പറയാം. അത് കേട്ടപ്പോൾ ഇന്ദ്രൻ അങ്ങ് പൊള്ളി. നീ അത്രയ്ക്കൊക്കെ എത്തിയോ എന്ന് അമ്മ ഇളയ മോനോട് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് എന്തറിയാം? ഇണപ്രാവുകളല്ലേ, ഇണപ്രാവുകൾ ആണോടാ?
നീ അവളുമായിട്ട് ഇപ്പോഴും ബന്ധമുണ്ടോടാ? നിന്റെ കാര്യങ്ങൾ നീയാണോ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അമ്മ ചൂടാകുമ്പോൾ എൻ്റെ കാര്യങ്ങൾ ഞാനാ തീരുമാനിക്കുന്നതെന്ന് വിശ്വൻ തള്ളയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആരും ഇടപെടണ്ടെന്നും പറഞ്ഞ് വിശ്വൻ അങ്ങ് പോയി കഴിയുമ്പോൾ അവൻ പറഞ്ഞത് കേട്ടില്ല, ഞാൻ മെൻ്റലാന്ന് ഭ്രാന്തനാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിശ്വം പറഞ്ഞത് കേട്ട് ഭയങ്കര ചിരി. ഭ്രാന്ത് കാണിക്കത് പോടാന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്ന് പോയി. അമ്മ എന്ന് വിളിച്ചുകൊണ്ട് മോൻ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് എനിക്ക് ഭ്രാന്താണ് എന്തായാലും ആട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടും കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ കാണിക്കാൻ നമ്മുടെ പല്ലവി ഇങ്ങനെ പൊന്നുമടത്തിൽ ഇരിക്കുക. വർക്ക് ചെയ്യാനിരുന്നിട്ടും പല്ലവിക്കൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അനിയത്തിയുടെ കാര്യം ആലോചിച്ചിട്ടേ തല മരവിച്ച് അങ്ങനെ ഇരിക്കുവാണ്. ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന പല്ലവിയെ കാണിച്ച് സേതു നേരത്തേക്ക് അങ്ങോട്ടേക്ക് വന്നു. സേതുവിനെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.